ദിലീപ് ചെന്നപ്പെട്ട വിവാദങ്ങളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത്. നമുക്ക് നോക്കാം അത് ഏതൊക്കെയാണ്. അതിൽ ആദ്യമായിട്ട് വരുന്നത് ദിലീപും പിന്നെയുള്ള മങ്ക മഹേഷ് അതുപോലെ പൊന്നമ്മ ബാബു ഇവരൊക്കെ തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ചുള്ള ഒരു വിവാദമായിരുന്നു. പൊന്നമ്മ ബാബുവും അതുപോലെ മങ്ക മഹേഷും ഒക്കെ ദിലീപ് ചിത്രങ്ങളിൽ സ്ഥിര സാന്നിധ്യമായിരുന്നു. ദിലീപിന്റെ അമ്മയായിട്ടാണ് മങ്ക മഹേഷ് കൂടുതലും ദിലീപ് ചിത്രങ്ങളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കാലത്ത് ഇവരെ പറ്റി കൂടുതൽ വിവാദങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ദിലീപ് എന്തിനാണ് ഇങ്ങനെ സ്ഥിരം ഇവർക്ക് ചാൻസ് കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ ഈ അടുത്ത കാലത്തായിട്ടൊക്കെ ഉണ്ടായത് നടൻ തിലകനുമായിട്ടാണ്. തിലകനെ പല സിനിമകളിൽ നിന്നും പുറത്താക്കാൻ കാരണം ദിലീപ് പറഞ്ഞിട്ടാണെന്നും പല സംവിധായകരും തിലകനെ മാറ്റാൻ കാരണം ദിലീപാണെന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ആ സമയത്തും മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ തിലകന് ഒന്ന് രണ്ട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് മോഹൻലാലിന്റെ സിനിമയിലും തിലകൻ അച്ഛനായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂട്ടിയുടെ ഒരു ചിത്രത്തിൽ ഒരു ബ്രഹ്മദത്തൻ അങ്ങനെയൊക്കെ പറഞ്ഞുള്ള സാമിയോ അല്ല നമ്പൂതിരി അങ്ങനെയൊക്കെ ഉള്ള കഥാപാത്രങ്ങളില്ലേ, അതുപോലുള്ള വേഷങ്ങളൊക്കെ തിലകൻ ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടിയുടെ മകനായ ദുൽഖർ സൽമാൻ അഭിനയിച്ച അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചിത്രം കണ്ടാന്ന് തോന്നുന്നു, സൂപ്പർ ഹിറ്റായ ഉസ്താദ് ഹോട്ടലിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂട്ടിക്കൊക്കെ അദ്ദേഹത്തോട് കുറവുണ്ടായിരുന്നെങ്കിൽ, പിണക്കമുണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്നൊക്കെ ചിലപ്പോൾ ഒഴിവാക്കിയാണ്. അപ്പോൾ ദിലീപ് മാറ്റി എന്ന് പറയാൻ ചിലപ്പോൾ അതും നമുക്ക് കഴിയത്തില്ല. കാരണം മമ്മൂട്ടി ചിത്രങ്ങളിൽ നിന്നൊക്കെ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ പടത്തിൽ നിന്നൊക്കെ ദിലീപിന് അദ്ദേഹത്തെ മാറ്റാൻ ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല, ദിലീപാണ് അങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ. പിന്നെ ഉള്ളത് ഷമ്മി തിലകനാണ്. ഷമ്മി തിലകൻ ദിലീപ് ചിത്രങ്ങളിൽ ആ സമയത്തും അഭിനയിക്കുന്നുണ്ട്. ദിലീപിന് തിലകനുമായിട്ട് പ്രശ്നമുള്ളപ്പോൾ അല്ലെങ്കിൽ അത് രഹസ്യമായിട്ട് ഇത് പുറമേ കാണിച്ചുകൊണ്ടല്ല ഇതൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു പിണക്കം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ശത്രുത ഉണ്ടെങ്കിൽ ഒരു വിരോധം ഉണ്ടെങ്കിൽ ഇതൊക്കെ പുറമേ കാണിച്ചുകൊണ്ടല്ല ഇവർ പെരുമാറുന്നത്. അതുകൊണ്ട് ആരാണ് ശത്രു ആരാണ് മിത്രം എന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ ഷമ്മി തിലകൻ ദിലീപ് ചിത്രങ്ങളിലുണ്ട്. കാര്യസ്ഥനൊക്കെ ഷമ്മി തിലകൻ അഭിനയിച്ചിട്ടുണ്ട്. പറയാൻ പറ്റത്തില്ല അപ്പോൾ ദിലീപാണ് തിലകനെ വിലക്കി എന്ന്, അല്ലെങ്കിൽ തിലകനെ സിനിമകളിൽ നിന്ന് മാറ്റിയത്. അങ്ങനെയാണെങ്കിൽ ഷമ്മി തിലകന് വേഷം കൊടുക്കേണ്ട കാര്യം ദിലീപിനില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ദിലീപ് ആ സമയത്തൊക്കെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ തിലകന് പകരം ചിലപ്പോൾ മോഹൻലാൽ ചിത്രത്തിൽ വേറെ ഒരാൾ വന്നേക്കാം. സ്ഥിരം നെടുമുടി വേണു അദ്ദേഹം ആ സമയത്തൊക്കെ ഉണ്ട്. സായി കുമാർ ഉണ്ട് മമ്മൂട്ടി ചിത്രങ്ങളിലൊക്കെ. അതുപോലെ ഒരുപാട് കഥാപാത്രങ്ങൾ തിലകന് പകരം വേണമെങ്കിൽ അച്ഛനായിട്ടൊക്കെ അഭിനയിക്കാൻ ആ സമയത്ത് ഉണ്ടാകുമായിരുന്നു. അപ്പോൾ അതൊരു വിവാദമായിരുന്നു. പിന്നെ കലാഭവൻ മണിയെ സംബന്ധിച്ചും ദിലീപുമായിട്ട് പിണങ്ങി. ദിലീപ് ഒരുപാട് ബിനാമി ഇടപാട് കലാഭവൻ മണിയായിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞൊരു വിവാദം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വലിയ കാര്യമായിട്ട് വന്നില്ല, പുറത്തോട്ട് വന്നില്ല. കലാഭവൻ മണി മരണപ്പെടുകയും ചെയ്തു. പിന്നെ ഒരു വിവാദം അനൂപ് ചന്ദ്രനുമായിട്ടാണ്. അനൂപ് ചന്ദ്രനുമായിട്ടുള്ള വിവാദം എന്ന് പറഞ്ഞാൽ മിമിക്രിക്കാരെ ഇകഴ്ത്തി സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ദിലീപ് ചൂടായി. അതായത് നാടകക്കാരാണ് വലുത് അല്ലെങ്കിൽ നാടകമാണ്, നാടകത്തിൽ നിന്ന് അങ്ങനെ എന്തോ തർക്കം ഉണ്ടായി ഇവർക്കിടയിൽ. ആ തർക്കത്തിൽ രണ്ടുപേരും എന്താ പറയുക തർക്കിച്ചു, പിണങ്ങി, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന് ശേഷം ഇദ്ദേഹത്തിനും പടങ്ങൾ കുറയാൻ തുടങ്ങി. അനൂപ് ചന്ദ്രനും ദിലീപ് വീഴുന്ന വരെ അനൂപ് ചന്ദ്രനും പടങ്ങൾ കുറഞ്ഞു. മഞ്ജു വാര്യരുടെ തിരിച്ചുവരവിൽ മഞ്ജു വാര്യർ നായികയായിട്ട് അഭിനയിച്ച ചിത്രത്തിൽ കുഞ്ചാക്കോവനെയാണ് നായകനായി തീരുമാനിച്ചത്. അതറിഞ്ഞപ്പോൾ കുഞ്ചാക്കോവനെ വിളിച്ച് അതിൽ അഭിനയിക്കരുത് ദിലീപ് പറഞ്ഞു എന്ന് പറഞ്ഞൊരു വിവാദം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പടത്തിൽ അഭിനയിക്കരുത്. അപ്പോൾ കുഞ്ചാക്കോവൻ അത് കേട്ടില്ല. അതിൻ്റെ പേര് ഇവർ തമ്മിൽ പിണങ്ങി എന്നൊക്കെ വാർത്തകൾ വന്നിരുന്നു. വാർത്തകളല്ല, ഈ ഗോസിപ്പുകൾ വന്നിരുന്നു. കുഞ്ചാക്കോവൻ്റെ കുഞ്ഞിൻ്റെ മാമോദീസയോ അങ്ങനെ എന്തോ പിറന്നാളോ ആ ഒരു സമയത്ത് ദിലീപും കാവ്യയും ഒക്കെ ചെന്നതും ഇവർ വിളിക്കാതെയാണ് ചെന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ സത്യമാണോ എനിക്കറിഞ്ഞുകൂടാ. അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം വിളിക്കാതെ ചെല്ലുന്ന അല്ലെങ്കിൽ അത്രയും ഒരു തരം താഴ്ന്ന അവസ്ഥയിലേക്ക് ദിലീപ് പോയിട്ടില്ല. അല്ലെങ്കിൽ അത്രയൊന്നും ഒരു കുടുംബസമേത കാവ്യയും കൂട്ടിക്കൊണ്ട് വിളിക്കാത്തൊരു കാര്യത്തിന് പോകേണ്ട കാര്യം ദിലീപിനില്ലല്ലോ. അപ്പോൾ അവർക്കിടയിലെ പ്രശ്നങ്ങളൊന്നും ഇതൊക്കെ വെറുതെ ആൾക്കാർ പറഞ്ഞു വരുന്നതാണ്. ദിലീപുമായിട്ട് അങ്ങനെ കുഞ്ചാക്കോവന് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല.
ദിലീപ് വീണുപോയ അല്ലെങ്കിൽ ദിലീപിന് ഭയങ്കരമായ തകർച്ചയുണ്ടായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞത് പൾസർ സുനിയുമായിട്ടുള്ള ബന്ധവും അത് സംബന്ധിച്ചുള്ള പിന്നെ ഈ വിവാദങ്ങളും കേസുകളും ഇതിലാണ് ദിലീപ് വീഴുന്നത്. ശരിക്കും അറിയില്ല, 10 നില കെട്ടിടത്തിന്റെ മണ്ടേന്ന് ഒരാൾ വീണാനുള്ള അവസ്ഥയാണ്. അതേപോലൊരു വീഴ്ചയാണ് ദിലീപിന് സംഭവിച്ചത്. ദിലീപിന്റെ പടങ്ങൾ തുടർച്ചയായിട്ട് പരാജയപ്പെടുന്നു, തുടർച്ചയായിട്ട് സിനിമകൾ പൊട്ടുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് അവസ്ഥയിലേക്ക് അദ്ദേഹം പോയി. ആ പേര്, ദിലീപിനുണ്ടായിരുന്ന ആ പേര്, ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ആ ആരാധന, സ്നേഹം, ആ, ഒക്കെ അങ്ങ് ഇല്ലാണ്ടായിപ്പോയി. ആളുകൾക്ക് ഭയം ഉണ്ടാകാൻ തുടങ്ങി ദിലീപിനോട്. ഇന്നും പലർക്കും ദിലീപ് എന്ന് പറഞ്ഞ ഒരു ആളെ കാണുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കേസും ആ ഒരു വിഷയവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ദിലീപിനോട് ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹം, അതൊക്കെ ആളുകൾക്ക്, കുറച്ചെങ്കിലും ആളുകൾക്ക്, ഞാൻ എൻ്റെ ഒരു ചേട്ടന്, കസിനാണ്, ആ പുള്ളിക്കാരനോട് ദിലീപിൻ്റെ പടമുണ്ട് വേണമെന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ പടമൊന്നും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങനെ ആളുകൾ മാറി എന്നുള്ളതാണ്.